നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടറെക്കാളും വലിയ അറിവൊന്നും നിനക്കില്ലല്ലോ. തർക്കിക്കാതെ നിങ്ങളൊന്ന് നിർത്ത്. ഹോസ്പിറ്റലാണെന്ന് ചിന്ത പോലും ഇല്ല. മെഡിസിൻ കിട്ടിയില്ലേ? ആ കിട്ടി. എന്താ വല്യപ്പച്ചിയുടെ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ സ്വാതി? സഞ്ജു, ഇപ്പൊ ഇവിടെ ഒരു വഴക്ക് തീർന്നതേ ഉള്ളൂ. വഴക്കോ? എന്തിന്? എനിക്ക് എന്റെ 2 കാലുകളും ചലിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതിന്. അത് പിന്നെ ഉടനെ അതിന് കഴിയോ? പ്ലാസ്റ്റർ മാറ്റിയെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൂടി കാലിന് വെയിറ്റ് കൊടുക്കാതെ ശ്രദ്ധിക്കണം. കാലിലെ ഞരമ്പുകൾ പഴയ നിലയിലാവാതെ മരവിപ്പം മാറില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് അങ്കിളും കേട്ടതല്ലേ? ഞാൻ അതൊക്കെ ആരോട് പറയാനാ? ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരാതെ മരവിപ്പ് മാറില്ല സ്വാതി. എന്റെ മറ്റേ കാലിനും ഇതേ അവസ്ഥ തന്നെയാ സഞ്ജു. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ആ കാല് നിലത്ത് കുത്തിയതല്ലേ. ഒരു കാലിലെ മരവിപ്പുണ്ട് നിനക്ക് തോന്നുക? ശരിക്കും ഞാൻ പാരലൈസ്ഡ് ആയതാണോ? നോക്ക്, നിന്റെ തമാശ കൂടുന്നുണ്ട്. ആക്സിഡന്റ് ആയവർക്കെല്ലാം പാരലൈസ്ഡ് ആവുമല്ലേ? പിന്നെ ഒരു കാലിനോ കൈക്കോ എന്തെങ്കിലും പ്രോബ്ലം വന്നാ മറ്റേ കാലിനോ കൈക്കോ അത് ബാധിക്കും. വല്യപ്പച്ചിക്ക് അതറിയില്ലേ? ഫിസിയോതെറാപ്പി തുടങ്ങിക്കഴിഞ്ഞാ മറ്റേ കാല് പഴയതുപോലെ ആവും. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, ഡോക്ടർ പറഞ്ഞതാ. ആവശ്യമില്ലാത്ത പേടിയൊന്നും നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കുന്ന എന്തിനാ? ഞാൻ കിടന്നുപോയാ എന്നെ എടുത്തോണ്ട് നടക്കാൻ സഞ്ജു ഇല്ലേ? മോളെ, ഈ സമയം ഇങ്ങനൊന്നും സംസാരിക്കരുത്. അറം പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അച്ഛൻ ഫോൺ ചെയ്യാൻ പോയിട്ട് വന്നില്ലേ? ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വീൽ ചെയർ ഇപ്പോൾ അറ്റൻഡർ കൊണ്ടുവരും. ഞാൻ അങ്കിളിനെ വിളിച്ച് കാർ എടുക്കാൻ പറയാം. വലിയ വെച്ച് ബാഗ് എടുത്തോളൂ. എന്നാ നമുക്ക് പോയാലോ? എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. എന്നെ ഇവിടെ നിന്ന് പിടിച്ചെഴുന്നേപ്പിച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.